അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തിയറി ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ എന്ന് പറയാനുള്ള ഒരു ലാസ്റ്റ് സെക്ഷൻ അത്രേ ഉള്ളൂ. ചാപ്റ്ററിന്റെ പേര് വരുന്നത് സിമെട്രിക് ഫംഗ്ഷൻ. നമ്മൾ ഇതുവരെയുള്ള ചാപ്റ്ററുകളിലൊക്കെ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ തൊട്ടു മുമ്പ് നമ്മൾ ഡെക്കാർട്ട്സ് റൂൾ ഓഫ് സൈൻ വരെ പറഞ്ഞു നിർത്തിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ ആയി. 6th ചാപ്റ്റർ കഴിഞ്ഞിട്ട് 7, 8, 9, 10, 11th ചാപ്റ്റർ ആണ് ഇത് വരുന്നത്. അപ്പൊ അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്, അത്രയും കണക്ഷൻ വിട്ടു പോയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടക്കാം. ഡെഫിനിഷൻ ഓഫ് സിമെട്രിക് ഫംഗ്ഷൻസ്: a polynomial in the variables x1, x2, etc. xn is called a symmetric polynomial or a symmetric function of these variables if it is not if it is if it is not changed by changing the order of the variable in any manner. അതായത് ഒരു x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന n വേരിയബിൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എടുത്താൽ ആ ഫംഗ്ഷൻ ഒരു സിമെട്രിക് പോളിനോമിയൽ ആണെന്ന് പറയണമെങ്കിൽ ആ പോളിനോമിയലിന്റെ വേരിയബിൾസ് ഏത് ഓർഡറിൽ ചേഞ്ച് ചെയ്താലും പോളിനോമിയലിന് മാറ്റം ഉണ്ടാവരുത്. അങ്ങനത്തെ പോളിനോമിയലിനെയാണ് നമ്മൾ സിമെട്രിക് പോളിനോമിയൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സിമെട്രിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഒരു പെർഫെക്റ്റ് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ഫംഗ്ഷൻ എടുത്തു, ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ x1, x2 എന്ന് പറയുന്ന 2 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. x1 പ്ലസ് ഒരു സിമെട്രിക് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു സിമെട്രിക് പോളിനോമിയൽ ആണോ എന്നുള്ള കാര്യം പറയാം. സിമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമെട്രിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേരിയബിളിന്റെ ഓർഡർ മാറിയ ഫംഗ്ഷന് മാറ്റം വരരുത്. അപ്പൊ x1 ഉള്ള സ്ഥലത്ത് ഞാൻ x2 കയറ്റി, x2 ഉള്ള സ്ഥലത്ത് എന്ത് കയറ്റി, x1 കയറ്റി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു, വേരിയബിൾ മാറ്റി. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? x2 പ്ലസ് x1 അല്ലേ കിട്ടുന്നത്. അത് എന്തിനോട് ഈക്വലാ? അത് x1 പ്ലസ് x2 തന്നെയല്ലേ. അപ്പൊ അത് എഫ് ഓഫ് x1, x2 തന്നെയല്ലേ സാധനം. അതായത് വേരിയബിൾ ഏത് ഓർഡറിൽ ഇന്റർചേഞ്ച് ചെയ്താലും ഫംഗ്ഷൻ എന്തുണ്ടാവരുത്? മാറ്റം വരരുത്. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സിമെട്രിക് ഫംഗ്ഷൻ എന്നോ സിമെട്രിക് പോളിനോമിയൽ എന്ന് വിളിക്കുക. ഇപ്പൊ x1 ഉള്ളടത്ത് x2 ഇട്ടാൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? x2 പ്ലസ് x1 എന്ന് എഴുതിയാലും x1 പ്ലസ് x2 എന്ന് എഴുതിയാലും സെയിം അല്ലേ. സിമെട്രിക് ഫംഗ്ഷൻ. ഇയാളൊരു സിമെട്രിക് ഫംഗ്ഷനാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എഫ് ഓഫ് x1, x2 വിച്ച് ഈസ് ഈക്വൽ ടു x1 മൈനസ് x2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. 2 വേരിയബിളുള്ള ഫംഗ്ഷനാണ്. ഇതൊരു സിമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ x1ന്റെ സ്ഥലത്ത് x2, x1ന്റെ സ്ഥലത്ത് x2 ഇട്ട് കൊടുക്കുന്നു, x2ന്റെ സ്ഥലത്ത് x1 ഇട്ട് കൊടുക്കുന്നു. എന്താ സംഭവിക്കുക? x2 മൈനസ് x1 എന്നാ കിട്ടുക. ഈ x2 മൈനസ് x1ഉം x1 മൈനസ് x2ഉം എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ സിമെട്രിക് ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇതിന്റെ വേരിയബിളുകൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ മാറിപ്പോയി. അപ്പൊ ഇയാൾ എന്തല്ല? ഒരു സിമെട്രിക് ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പൊ അതാണ് ആശയം. അടുത്തായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 3 വേരിയബിൾ ഉള്ള എഫ് ഓഫ് എ ബി സി, 3 വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ഫംഗ്ഷൻ ഇങ്ങനെയാണ്: എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ab, അല്ലെങ്കിൽ മൈനസ് എ ബി എടുക്കും. മൈനസ് എ ബി മൈനസ് എ സി മൈനസ് ബി സി. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടുത്തെ എയും ബിയും സിയും തമ്മിൽ പല രീതിയിൽ നമുക്ക് മാറ്റാം. ആദ്യം എയും ബിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് വിചാരിക്കുക. എയും ബിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. എന്താ സംഭവിക്കുക? എയും ബിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ എന്ത് പറ്റും? ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. എയും ബിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി എ മൈനസ് ബി സി മൈനസ് എ സി. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. ആദ്യം എ സ്ക്വയർ എഴുതി, പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി എ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ സെയിം, പിന്നെ മൈനസ് എ സി അടുത്തതായിട്ട് എഴുതി, പിന്നെ മൈനസ് ബി സി എഴുതി. അത് മുകളിലുള്ള അതേ സാധനം തന്നെ. അപ്പൊ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ മാറ്റമൊന്നുമില്ല എന്ന് വിചാരിച്ച് സിമെട്രിക് ഫംഗ്ഷൻ ആവണമെന്നുണ്ടോ? ഇല്ല. ഏത് ഓർഡറിൽ വേരിയബിളുകൾ മാറ്റിയാലും ഫംഗ്ഷൻ മാറരുത്. ഇപ്പൊ എ ബി ഇന്റർചേഞ്ച് ചെയ്തു. ഇനി ഞാൻ ബിയും സിയും ഇന്റർചേഞ്ച് ചെയ്തത് ആ ഫംഗ്ഷൻ മാറുമോ? ബിയും സിയും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നുള്ളടത്ത് സി മൈനസ് എ സി എന്നുള്ളടത്ത് ബി മൈനസ് ബി സി എന്നുള്ളടത്ത് സി ബി ആയിട്ട് മാറും. എന്താ കിട്ടുക അറേഞ്ച് ചെയ്താൽ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ആദ്യം എന്താ എ ബി എഴുതി, പിന്നെ എന്ത് എഴുതി? മൈനസ് എ സി എഴുതി, പിന്നെ മൈനസ് സി ബി എന്നുള്ളടത്ത് ബി സി എന്ന് എഴുതി. ഇത് തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ ഏത് ഓർഡറിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ഫംഗ്ഷൻ മാറുന്നില്ലെങ്കിലാണ് നമ്മൾ സിമെട്രിക് ഫംഗ്ഷൻ വിളിക്കുക. ഓരോ ഓർഡറിൽ മാത്രം മാറ്റമല്ല.
ആ വേരിയബിളുകൾ നമ്മൾ പല രീതിയിൽ മാറ്റിയാൽ എന്റെ സ്ഥലത്ത് ബി, ബിന്റെ സ്ഥലത്ത് സി, സിന്റെ സ്ഥലത്ത് എ, അങ്ങനെ ഏത് രീതിയിൽ ഓർഡർ മാറ്റിയാലും ഫംഗ്ഷൻ മാറ്റം ഉണ്ടാവരുത്. ഇത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമെട്രിക് പോളിനോമിയൽ. അപ്പൊ അതാണ് സിമെട്രിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് സിഗ്മ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം എന്താന്ന് പറയാൻ പോവാണ്. സിഗ്മ ഫംഗ്ഷൻ എന്താണ്, സിഗ്മ ഫംഗ്ഷൻ എന്നുള്ള ആശയം എന്നുള്ള കാര്യം നോക്കാം. സിഗ്മ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോമിലുള്ള നമ്മൾ എന്ത് വിളിക്കുക, അതായത് സിഗ്മ x1 റേസ് ടു ആൽഫ 1, x2 റേസ് ടു ആൽഫ 2, എക്സെട്ര xm റേസ് ടു ആൽഫ n. ഓക്കെ, ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ഇതിന്റെ പവറുകൾ ഓർഡറിൽ ഏത് ഓർഡറിൽ മാറ്റിയിട്ട് അതിന്റെ അറേഞ്ച്മെന്റുകളുടെ സം എടുക്കുക. അതാണ് സിഗ്മ ഫംഗ്ഷൻ. അതായത് taking the sum of all distinct terms obtained from a typical term x1 raised to alpha 1, x2 raised to alpha 2, xm raised to alpha n. അതായത് x1 raised to alpha 1 into x2 raised to alpha 2 into etc xm raised to alpha m എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിലെ മുകളിലുള്ള പവേഴ്സ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ എന്ന് ഏത് ഓർഡറിൽ മാറ്റിയാലും കിട്ടുന്ന എല്ലാ പോസിബിലിറ്റീസിന്റെയും സമ്മ്, അതാണ് ഇയാൾ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, x1 റേസ് ടു ആൽഫ 1, x2 റേസ് ടു ആൽഫ 2, എക്സെട്ര xm റേസ് ടു ആൽഫ. അടുത്ത ആൽഫ 1 എന്നുള്ള സ്ഥലത്ത് ആൽഫ 2 കൊടുത്തു. അപ്പൊ x1 റേസ് ടു ആൽഫ 2, x2 റേസ് ടു ആൽഫ 1, എക്സെട്ര xm റേസ് ടു ആൽഫ m. അടുത്ത എന്ത് ചെയ്തു, ആൽഫ 1 എന്നുള്ള സ്ഥലത്ത് ആൽഫ 3 കൊടുത്തു. അപ്പൊ x1 റേസ് ടു ആൽഫ 2, x2 റേസ് ടു ആൽഫ 1, x3 റേസ് ടു ആൽഫ 3, ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ അങ്ങനെ കിട്ടുന്ന എല്ലാ പോസിബിലിറ്റീസിന്റെയും സമ്മ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിഗ്മ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, x1 റേസ് ടു ആൽഫ 1, x2 റേസ് ടു ആൽഫ 2, xm റേസ് ടു ആൽഫ 1 അല്ലെങ്കിൽ xm റേസ് ടു ആൽഫ m, ഇങ്ങനെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഡിസസുകൾ, അതായത് ആ മുകളിലുള്ള പവേഴ്സ് ഏത് ഓർഡറിൽ ചേഞ്ച് ചെയ്താലും കിട്ടുന്ന എല്ലാ പോസിബിലിറ്റീസിന്റെയും സം എടുക്കുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സിഗ്മ ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഏകദേശം ഉദാഹരണം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിളിന്റെ ഫോർ എക്സാമ്പിൾ ഫോർ n ഈക്വൽ ടു 4, n 4 എടുത്തെന്ന് വിചാരിക്കും, n എന്ന് പറയുന്നത് 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സിഗ്മ x1 x2 സ്ക്വയർ x3, സിഗ്മ x1 സ്ക്വയർ x2 സ്ക്വയർ x3. ഇതൊരു സിഗ്മ ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. എങ്ങനെയാ ഇയാൾ ഒരു സിഗ്മ ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യം നോക്കുന്നത്, എങ്ങനെയാ നോക്കുക. ഇയാളൊരു സിഗ്മ ഫംഗ്ഷൻ ആണ്, പക്ഷെ എന്തതിന്റെ പോസിബിലിറ്റീസ് എന്താ, ഇവിടെയുള്ള എല്ലാ പോസിബിലിറ്റീസും, ഇവിടെ 4 വേരിയബിൾ ഉണ്ട് ശരിക്കും. ആരൊക്കെയുണ്ട്, ഇത് ശരിക്കും x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 റേസ് ടു 1, x4 റേസ് ടു 0, ഇതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം വരുന്നത്. എന്നിട്ട് ഇതിന്റെ ഇൻഡിസസുകൾ തമ്മിൽ, അതായത് ആ മുകളിലുള്ള പവറുകൾ തമ്മിൽ എല്ലാ പോസിബിലിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. മാറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ, അതിന്റെ സം എടുക്കുക, അതാണ് ഇവിടുത്തെ സിഗ്മ ഫംഗ്ഷൻ. അപ്പൊ ഈ സിഗ്മ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം നോക്കാം. നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ പവർ അവിടെ വെച്ചിട്ട് ഈ വേരിയബിൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. രണ്ടും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, പിന്നെ വരുന്നത് 1. 0 എഴുതണ്ട, 0 എഴുതിയാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്. 4 വേരിയബിൾ ഉണ്ട്, x1 x2 x3 x4. ഈ 4 വേരിയബിളും ഈ പവേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്തിട്ട് എത്ര ഓർഡറിൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. പറഞ്ഞു, x1 x2 x3 സാധനം ഏതാന്ന് മനസ്സിലായോ? എന്താ x1 x2 x3 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 പ്ലസ് അടുത്ത ആരാ, x4 ഇല്ല, x4ന്റെ പവർ 0 ആണ് അവിടെ. അടുത്ത ഞാൻ എന്ത് ചെയ്തു, ഇവിടെ x1 ഇട്ടു, ഇത് x3 ആക്കി, ഇത് x2 ആക്കി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അയാൾ ആരാ, x1 സ്ക്വയർ, x3 സ്ക്വയർ പ്ലസ് x2 എന്ന് കിട്ടുന്നുണ്ട്. x1 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ പ്ലസ് x2, സോറി പ്ലസ് x2 അല്ലല്ലോ, ഇൻറ്റു x2 എന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് അടുത്ത കോമ്പിനേഷൻ ഏതാന്നുള്ളത് നോക്കാം. അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഇവിടെ x2 എടുത്തു, ഇവിടെ ഞാൻ x3 എടുത്തു, ഇവിടെ ഞാൻ x1 എടുത്തു. അപ്പൊ അതൊരു കോമ്പിനേഷൻ അല്ലേ, x2 സ്ക്വയർ, x3 സ്ക്വയർ, x1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ്
ഇനി ഈ സ്വാഭാവികമായിട്ടും ചിലർ ഇങ്ങനെ ചിന്തിക്കും, ഇത് x2, ഇത് x1, ഇത് x3 എടുത്തൂടെ എന്ന്. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ സാധനം എടുക്കാൻ പറ്റില്ല. ഈ സാധനം എടുത്താൽ കിട്ടുന്ന ആളാരാ? x2 സ്ക്വയർ x1 സ്ക്വയർ x3 അല്ലേ? അതന്നെയല്ലേ x1 സ്ക്വയർ x2 സ്ക്വയർ x3 എന്ന് പറയുന്നത്? അതിവിടെ ഉണ്ടല്ലോ, x1 സ്ക്വയർ x2 സ്ക്വയർ x3 ഫസ്റ്റത്തെ സാധനം. അപ്പൊ ഇനി ഇത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതെടുത്താൽ ഇവിടെ x2 x1 വരും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ x1 സ്ക്വയർ x2 സ്ക്വയർ ഇൻറ്റു x3 എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് എഴുതൂല, നീ ബാക്കിയുള്ളത് എഴുതാം. അങ്ങനെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഇവിടുത്തെ സിഗ്മ ഫംഗ്ഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം, x2 x3 x1 എഴുതി. അടുത്ത് നമുക്ക് എന്തിടാം? x1 x2 x4 ഒക്കെ വരണേ, അപ്പൊ x4 കിട്ടും. ഓക്കെ, ഇനി എന്താ x1 x4 x2 ഇടാത്ത എന്തുകൊണ്ടാ? x1 x4 x2 ഇട്ടാല് അടുത്തൊരു പോസിബിലിറ്റി വരാനുണ്ടല്ലോ, അത് ലാസ്റ്റ് ഇടണ്ടേ? അപ്പൊ x1 x4 x2 ഇട്ടു, x1 x2 x4 ഇട്ടു. ഇനി അടുത്ത എന്താ? x1 x4 x2 ഇടാം, പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? അതിന്റെ കോമ്പിനേഷൻ വേറെ വരുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി x2ലേക്ക് പോകാം, x2 x4 x1. ഇനി x2 x1 x4 എഴുതാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. x2 x1 x4 എഴുതിയ അതിന്റെ മീനിങ് x2 സ്ക്വയർ x1 സ്ക്വയർ x4 എന്നാണ്. ഇത് തന്നെയാണ് എന്ത് വരുന്നത്? x1 സ്ക്വയർ x2 സ്ക്വയർ x4 വരുന്നത്. അതുകൂടെ ഇവിടെയുണ്ട്, x1 സ്ക്വയർ x2 സ്ക്വയർ x4. അപ്പൊ ഇത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇയാള് ഓൾറെഡി റിപ്പീറ്റ് അടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി നമ്മൾ എഴുതൂല. അപ്പൊ x2 x4 x1 എഴുതി. അങ്ങനത്തെ പോസിബിലിറ്റി കംപ്ലീറ്റ് ഞാൻ ഇവിടെ എഴുതുകയാണ്. x1 x3 x4 വരാം, x1 x3 വരാം. അത് മാറ്റൊന്നുമില്ല, പ്രശ്നമില്ലാത്ത സാധനമാണ്. x3 x4 x, പിന്നെ x3 x4 വരാം, x2 x4 x3 വരാം, x3 x4 x2 വരാം. ഇതാണ് അവിടെ വരുന്ന ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ സം എടുത്ത പരിപാടി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ സിഗ്മ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എടുത്തു നോക്കാം, x2 സ്ക്വയർ x3 സ്ക്വയർ x1 പ്ലസ് x1 സ്ക്വയർ x2 സ്ക്വയർ x4. ഈ മൂന്നെണ്ണം നാലെണ്ണം കഴിഞ്ഞു, നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താ? പ്ലസ് x1 സ്ക്വയർ x4 സ്ക്വയർ x2 പ്ലസ് x2 സ്ക്വയർ x4 സ്ക്വയർ x1 പ്ലസ് x1 സ്ക്വയർ x3 സ്ക്വയർ x4 പ്ലസ് x1 സ്ക്വയർ x3 സ്ക്വയർ, പിന്നെ x1 സ്ക്വയർ x4 എക്സെട്ര x3 സ്ക്വയർ x4 സ്ക്വയർ x2. ഇതാണ് അവിടുത്തെ എന്ത് വരിക? സിഗ്മ ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ അത് എഴുതേണ്ട രീതി, അപ്പൊ n ഈക്വൽ ടു 4, ഒരു 4 വേരിയബിളിന്റെ ഇടയിലുള്ള ഒരു സിഗ്മ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സിഗ്മ x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ എന്ന് പറഞ്ഞ x3 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് x1 x2 x3 എന്നുള്ള സ്ഥാനത്ത് എന്ത് ചെയ്യുക? x1 x2 x3 x4 എന്ന് പറയുന്ന 4 സാധനങ്ങളും പല രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ, റിപ്പീറ്റ് വരാത്ത രീതിയിൽ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ കളക്ഷൻ, അതിന്റെ സമ്മനെയാണ് നമ്മൾ സിഗ്മ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഈ ഒരു സിഗ്മ ഫംഗ്ഷനുള്ള എക്സാമ്പിൾ. ഓക്കെ.